അപ്പോൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. എങ്ങനെയൊക്കെയാണ് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുക? കോമൺ ആയിട്ടുള്ള ചില മെത്തേഡുകൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നോക്കിയേ. ഒന്നാമത്തെ കാര്യം, ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. ഒരു മൂവ്മെൻറ്റ് ഇങ്ങനെ മുകളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നോക്കിയേ, താഴേക്കൊരു റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്. താഴേക്കൊരു റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം എന്താണ്, വീണ്ടും മുകളിലേക്ക് തന്നെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുക. നോക്കിയേ, മുകളിലേക്കൊരു മൂവ്മെൻറ്റ്, താഴേക്കൊരു മൂവ്മെൻറ്റ്, വീണ്ടും മുകളിലേക്കൊരു മൂവ്മെൻറ്റ്. ഇവിടെ എന്താണപ്പോൾ ഉള്ളത്? ആക്ച്വലി മുകളിലേക്കൊരു മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ്, റെഡ് ബാറുകളിലെ ഉണ്ടായിരിക്കുക. ഇവിടെ റെഡ് ബാറുകളാണ് ഉണ്ടായിരിക്കുക. ഈ ഒരു സോണിൽ റെഡ് ബാറുകൾ ഉണ്ടായിരിക്കും. അതിനെ ക്രോസ് ചെയ്തിട്ട് നോക്കി, അതിനെ ഓവർലാപ്പ് ചെയ്തിട്ട്, അതിനെ എൻഗൾഫ് ചെയ്തിട്ടൊക്കെ ആയിരിക്കില്ല മുകളിലേക്ക് പോകുക. അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളിപ്പോൾ ഇവിടെയാണ് എൻട്രി എടുത്തതെന്ന് വിചാരിക്കുക. ഇവിടെയാണ് നിങ്ങൾ ബൈ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് ഉള്ളത്? ഇവിടെയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഉള്ളതെന്ന് വിചാരിക്കുക. മാർക്കറ്റ് മുകളിലേക്ക് പോയി, താഴേക്കൊരു റിജക്ഷൻ കാണിച്ചു. ആ ഒരു റെഡിൻ്റെ സോണിനെ വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് ഈ ഒരു റെഡിൻ്റെ താഴേക്ക് വെക്കുക. തൊട്ട് താഴെയല്ല, കുറച്ച് താഴെ. എപ്പോഴും ഒരു സ്പേസ് നമ്മളവിടെ കൊടുക്കണം. സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് ഈ ഒരു റെഡിൻ്റെ തൊട്ട് താഴെ വെക്കുക. നോക്കിയേ, അതായത് ആ ഒരു ലെവലിലല്ലാതെ കുറച്ച് താഴെ വെക്കുക, സ്റ്റോപ്പ് ലോസ് എടുക്കുക. ഇതാണ് ട്രെയിൽ ചെയ്യാനുള്ള ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. മുകളിലേക്ക് പോയി താഴേക്ക് റിജക്ഷൻ കാണിച്ച് വീണ്ടും മുകളിലേക്ക് അതേ ഡയറക്ഷൻ പോകുമ്പോൾ സ്റ്റോപ്പ് ലോസ് എടുത്ത് അവിടെ കൊണ്ടുപോയിട്ട് കയറ്റി വെക്കുക. അതുപോലെ തന്നെ നോക്കിയേ, ഇതേ മൂവ്മെൻറ്റാണ് ഇപ്പുറം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. നോക്കുക, മുകളിലേക്ക് പോയി, താഴേക്ക് പോയി, മുകളിലേക്ക് പോയി. നോക്കിയേ, ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ലോസ് ഇവിടേക്ക് കയറ്റി വെച്ചു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടേക്ക് കയറ്റി വെച്ചു. അതിനുശേഷം മുകളിലേക്ക് പോകുന്നത്, അവിടെയാണ് അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം നോക്കിയേ, മുകളിലേക്ക് പോകുന്നത് ഇത്തരത്തിലെ 180 ബാറുകൾ ഉണ്ടാക്കിയിട്ടാണെന്ന് വിചാരിക്കുക. 180 ബാറുകൾ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അടുത്ത മെത്തേഡ് ഇതാണ്. ഒന്നാമത്തെ മെത്തേഡ്, ഈ ഒരു റെഡിൻ്റെ സോണിനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ആ റെഡിൻ്റെ അടിയിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. എങ്ങനെ സ്റ്റോപ്പ് ലോസ് വെക്കുക ശ്രദ്ധിക്കുക. 2 ഗ്രീൻ ക്യാൻഡിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായതിനു ശേഷം, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വെക്കണമെങ്കിൽ നോക്കിയേ, ആ ഒരു റെഡിനെ മറികടന്നതിന് ശേഷം 2 ഗ്രീൻ ക്യാൻഡിലുകളെങ്കിലും ഉണ്ടായിരിക്കണം. ട്രെയിൽ ചെയ്യാനുള്ള ഒന്നാമത്തെ റൂളാണ്. ഈ ഒരു റെഡിനെ മറികടന്ന് ഗ്രീന് പോകുമ്പോൾ 2 ഗ്രീൻ ക്യാൻഡിൽ അതിനുശേഷം ഫോം ചെയ്താലാണ് ഈ ഒരു സ്റ്റോപ്പ് ലോസ് കയറ്റിയിട്ട് റെഡിൻ്റെ താഴേക്ക് വെക്കേണ്ടത്. അതുപോലെ തന്നെ നോക്കിയേ, ഇങ്ങനെ പവർ ബാറുകൾ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ ആ ഒരു പവർ ബാറിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് കയറ്റി കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നേരെ ഓപ്പോസിറ്റ് കൂടി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. നോക്കിയേ, മാർക്കറ്റ് താഴേക്ക് വരുന്ന മാർക്കറ്റ് മുകളിലേക്ക് ഒരു റിജക്ഷൻ കാണിച്ചു. അപ്പോൾ ഇതെന്താണ്? താഴേക്ക് വരുന്ന മാർക്കറ്റിൽ മുകളിലേക്കുള്ള റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഗ്രീൻ ക്യാൻഡിലുകളായിരിക്കാം, ഗ്രീനിൻ്റെ ഒരു സോണായിരിക്കാം. മാർക്കറ്റ് താഴേക്കാണ് വന്നത്. നോക്കിയേ, താഴേക്ക് വരുന്ന മാർക്കറ്റ്, റെഡാക്കി താഴേക്ക് വരുന്ന മാർക്കറ്റ്, ഗ്രീനിൻ്റെ ഒരു സോൺ അവിടെ ഉണ്ടാക്കി ഒരു റിജക്ഷൻ കാണിച്ചിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ ആയിരിക്കുമല്ലോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കുക. ഇവിടെ എൻട്രി എടുത്തു, ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കുക. വീണ്ടും താഴേക്ക് തന്നെ ഫോൾ ആവുകയാണ്, ഈ ഒരു ഗ്രീനിനെ ഓവർകം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഓവർകം ചെയ്തിട്ട് ഇവിടുന്ന് ഓവർകം ചെയ്തിട്ട് 2 റെഡിൻ്റെ ക്യാൻഡിലുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സ്റ്റോപ്പ് ലോസിനെ എടുത്തിട്ട് ഈ ഒരു റെഡിൻ്റെ മുകളിലേക്ക്, ഈ ഒരു ഗ്രീനിൻ്റെ മുകളിലേക്ക്, ഈ തൊട്ട് മുന്നിലത്തെ റിജക്ഷൻ്റെ മുകളിലേക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസിനെ എടുത്തിട്ട് കയറ്റി വെക്കാം. അതിനുശേഷം നോക്കിയേ, ഇത്തരത്തിലിവിടെ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനുശേഷമൊക്കെ ഫോം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള റെഡിൻ്റെ പവർ ബാറുകളാണ്. ഇതിനിടയ്ക്ക് വേറെ എത്രയെങ്കിലും ക്യാൻഡിലുകൾ ഉണ്ടായിക്കോട്ടെ, മൈൻഡ് ചെയ്യേണ്ട. അതിനുശേഷം ഫോം ആവുന്നത് ഇത്തരത്തിലുള്ള റെഡിൻ്റെ പവർ ബാറുകൾ എവിടെയൊക്കെ ഫോം ആവുന്നോ, അവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അതിൻ്റെയൊക്കെ താഴേക്ക് മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കാവുന്നതാണ്. ഷോർട്ട് ടൈം നമ്മൾ മുകളിലാണല്ലോ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഓരോ റെഡ് ബാറിനെയും മുകളിലേക്ക് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്.